മച്ചാൻ നമ്മളെ സ്വന്തം പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അത് വേറൊരു ഗെയിമല്ല, മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. മൈൻക്രാഫ്റ്റിലെ എല്ലാവർക്കും അറിയാം. ലൈക്ക് അടിക്കുക, ഷെയർ സബ് കൂടി ചെയ്ത് അടിച്ചു പിടിച്ചിരിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ലെറ്റ്സ് പ്ലേ ആണ് ഗൈസ്. ലെറ്റ്സ് പ്ലേ എന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിലും അതും ഈ ഒരു ദിവസം ആഴ്ചയിൽ നമ്മൾ ഇതിൻ്റെ ഈ ലെറ്റ്സ് പ്ലേയുടെ CDS വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇടവേളവല്ലോ ഉണ്ടെങ്കിൽ ഒന്നും അതിനൊന്നും ശ്രമിച്ചേക്കാം. എന്തായാലും നേരെ നമുക്ക് ഇതിലോട്ടാണ് നമുക്ക് എന്തായാലും വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മളെ ഇതിൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളെ ചാനലിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഗൈസ്, ലോഡാവുന്നുണ്ട്. നമുക്ക് ലോഡാവുന്നത് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കാം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ. ഓക്കെ ഗൈസ്, നമുക്കൊരു അൺലക്ക് ഭയം തന്നെയാണ് കിട്ടിയത്. ലക്കുണ്ട് ഗൈസ്, ലക്കുണ്ട്, ചെറിയ ലക്കുണ്ട്. കാര്യം അയ്യോ ഞാൻ വിചാരിച്ചു ഗൈസ് ഇതായിരിക്കും കേട്ടോ. ഈ ഗെയിമിൽ പുതിയ കുറേ അപ്ഡേറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഗൈസ് നല്ല രീതിയിൽ സൗണ്ട് സ്റ്റെപ്സ് ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ 3 അല്ല 4 വേണ്ടി 4. ഓക്കെ ഗൈസ്, നമുക്കൊരു 4 ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മലയിൽ നിന്ന് തന്നെ കൊബിൾസ്റ്റോണൊക്കെ പിടിച്ചിട്ടാ. ഓക്കെ, നമുക്കെന്തായാലും ക്രാഫ്റ്റിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗായ്സ്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ അവിടെ വെക്കല്ലേ ഗൈസ്, അവിടെ വെച്ചാൽ നമുക്ക് പ്രശ്നമുണ്ട്. നമുക്ക് സ്റ്റോൺ മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ മൈൻഡ് ചെയ്ത് തുടങ്ങാം. ഗൈസ്, നമ്മളെ മെയിൻ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം. പിന്നെ ഒരു വില്ലേജും ചെറിയതായിട്ടൊരു വില്ലേജും കൂടി കണ്ടുപിടിക്കണം. നല്ല രീതിയിൽ സൗണ്ട് സ്റ്റെപ്സ് വേണം, ഒന്ന് ഇതാക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ 25 അയ്യോ ഓക്കെ കോളിരിക്കും. കോളെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല താമസിക്കും. കോള് ഇച്ചിരി കോളും കൂടി എടുത്തിട്ട് ഈ കോള് പൊട്ടിക്കുമ്പോൾ XP കിട്ടുന്നുണ്ട്. അതും ഓക്കെ, ആ കോൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമില്ല. അയ്യോ നമ്മളിങ്ങനെ താഴെ അത് കുഴപ്പമില്ല, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ എല്ലാം സ്റ്റോണിൻ്റെ ഐറ്റംസ് ആക്കിയിട്ടുണ്ട്. ഒരു 4 ടോർച്ചും കൂടി കഴിഞ്ഞു. പക്ഷെ എപ്പോഴാണ് കൂടെ എന്തായാലും കൊള്ളാം. നമുക്ക് ഇതൊന്ന് പിടിച്ചെടുക്കാം. ഗൈസ്, ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി നമുക്ക് ആ ഒരു സ്ഥലമൊക്കെ കണ്ട് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. സോ അപ്പം നമുക്ക് ഇൻവെന്ററിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളെ ഇൻവെന്ററിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 4 ടോർച്ച് ഉണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, ഇപ്പം നമ്മളെ മെയിൻ പരിപാടി നമുക്ക് ഇവിടുന്ന് പയ്യൊക്കെ താഴോട്ടാണ്. ഇതിൻ്റെയൊക്കെ നാട് വഴി ഇങ്ങനെയൊക്കെ നോക്കാം. ഗൈസ്, ഇവിടെ റിവർ കാണുന്നുണ്ട്. അപ്പം നമുക്ക്
പിന്നെ ഗൈസ് രാത്രിക്ക് മുന്നേ നമുക്ക് ബെഡ് ചെറുതായിട്ട് സെറ്റാക്കണം. നമുക്ക് അവിടെ ഒക്കെ കുറേ അവിടെ നമ്മൾ കൊല്ലാന്നുണ്ടല്ലോ. നമുക്ക് എന്തായാലും ബെഡ് കണ്ടുപിടിക്കും. പണിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ബെഡ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് നൈറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ പന്നി കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ നമുക്കിപ്പോൾ അതൊന്നും ഇല്ല വിഷയം. നമുക്ക് ബെഡ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നൈറ്റ് സർവേ ഇച്ചിരി റിസ്ക് ആവാം. നമുക്ക് ഒരു പൂള് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു 2 പൂളെങ്കിലും വേണം, അല്ല 3 പൂളെങ്കിലും വേണം. നോക്കാം. രാത്രി ഞാൻ ഫുഡ് സെറ്റാണ്. ചാടും നമുക്ക് പിന്നെ നമ്മൾ കൊന്നിട്ട് നമുക്ക് നമ്മൾ കോഴിയും കൊല്ലുന്നുണ്ട്. രാത്രിക്ക് മുന്നേ നമുക്ക് ഇച്ചിരി ഫുഡ് സെറ്റാണ്. പശു ഇടാം. നമുക്ക് പശുവിൻ്റെ നിന്റെ ഗൈസ് നമുക്ക് രാത്രി ആവാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രിയായ നമുക്ക് പണി കിട്ടും. ഞാൻ ആടിൻ്റെ സൗണ്ട് കേട്ട് ഈ ഡോഗ് നമുക്ക് കൊന്നുതരുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം. ഡോഗ് ഇതിനെ കൂടി കൊണ്ടുവരാ. ഡോഗ് അങ്ങോട്ട് ഇവനെ നമുക്ക് നമ്മളെ കൊന്നേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. നൈസ് നമ്മളൊരു ബെഡും ക്രാഫ്റ്റ് ചെയ്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വില്ലേജ് പോകണം. എത്ര നൈറ്റ് എടുത്താലും നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് വിഷയമില്ല. ഓ ഗൈസ് കേവ് കിട്ടിയേട്ടാ. ഇവിടെ എവിടെയെങ്കിലും ഒറ്റത്ത് അയൺ പിടിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോയി. അയൺ പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മേളിലോട്ട് തിരിച്ച് കയറി പോകണം. ആ ഡോഗിനെ നമ്മളിവിടെയാണ് കണ്ടത്. പക്ഷെ ഡോഗിനെ ടേം ചെയ്യണമെങ്കിൽ നമ്മളെ എല്ല് വേണം ഗൈസ്. ദാണ്ടക്കുന്നു ഇവിടെ നമ്മളിവനെയൊക്കെ അടിച്ചാൽ അവൻ്റെ ടീം മുഴുവൻ ഇറങ്ങി വന്ന് നമ്മളെ കടിച്ചു കൊല്ലും. അത് വേറെ കാര്യം. ഇവിടെ നമ്മൾ തൊട്ടാൽ മതി. അവന്മാർ അയ്യോ സോറി, നമുക്ക് മരത്തിൻ്റെ ഇത്തിരി സോറി ആയിരുന്നു. രാത്രിക്ക് മുന്നേ ഒന്നെങ്കിൽ വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ അയ്യോ ജസ്റ്റ് മിസ് ഗൈസ്. എല്ലാവരും ലൈക്ക് അടിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് മിസ്സിന് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടെ നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാര്യം പംകിൻ പൈയൊക്കെ കാണുന്നുണ്ട്. അല്ല പംകിൻ കാണുന്നുണ്ട്, സോറി പംകിൻ കാണുന്നതിൻ്റെ അർത്ഥം ഞാൻ കേട്ടിട്ടുള്ളത് വില്ലേജ് അടുത്തുണ്ട് ഗൈസ്. ഈ സ്ലാവ അടിയിൽ വലിയ കേവ് കേട്ടോ. അടിയിലൊക്കെ വലിയ കേവാണ്. നമുക്കെന്തായാലും തിരിച്ചു കയറി പോവാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചാവും. ഇപ്പോഴേ നമ്മൾ മൈൻഡ് ചെയ്യാൻ നിന്നാലുള്ള പ്രശ്നം ഗൈസ്. നമ്മളിപ്പോഴേ മൈൻഡ് ചെയ്യാൻ നിന്നാൽ പെട്ടെന്ന് നമുക്ക് ചാവും. കാര്യം നമുക്ക് ഒരു ടൂള് പറയാൻ മാത്രമുള്ളത് ഒരു പിക്കാക്സും ഇത് മാത്രമേ ഉള്ളൂ. സോ അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് നമുക്ക് പണി കിട്ടിയില്ല ഗൈസ്. കോളുണ്ട്, അതൊന്നും വിഷയമില്ല. ഫുഡ് ഓർഗനൈസിട്ട് കഴിക്കാം. ഫുഡ് വേവുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം ഗൈസ്. ഫുഡ് വേവിക്കുന്ന കാണിച്ചു തരാം. ഒരു ഓപ്പായം അവിടെ കാണുന്നുണ്ട്. നമുക്ക് ഓക്കല്ല, അത് എന്തോ പേരുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. അവിടെയൊക്കെ വില്ലേജ് കാണാൻ ചാൻസാണ് ഗൈസ്. അവിടെ എന്തോ ഞാൻ കാണുന്നു. അത് നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അതോ ഇല്ലല്ലോ അവിടെ കണ്ട ഗൈസ്. നമ്മളെ നാട്ടിൽ പോയിന്റ് നിൽക്കുന്ന അവിടെ ഫുഡ് കഴിക്കാം ഗൈസ്. നമുക്ക് ഇപ്പോഴത്തേക്ക് ഇത്ര മതി. പൊട്ടിച്ച് പാടാം. പൊട്ട് നമ്മൾ കോടൊന്ന് കത്തും. ഓക്കെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ അത് മരമാണ് ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി ക്ലിയർ ആയത്. അത് വിഷയമൊന്നുമില്ല. നമ്മൾ വില്ലേജ് ഇറക്കി പോകുന്നു. ഈ ഒരു ഭയം അടിപൊളി ഭയമാണ്.
ഇവിടുത്തെ മരമൊക്കെ അടിപൊളിയാണ് ഞാൻ കേട്ടിട്ടുള്ള. കണ്ട ഗൈസ് ഇങ്ങനെ പിടിച്ചിരിക്കും 4 സൈഡ്. നമുക്ക് നേരെ ഇപ്പം പംകിൻ പൈക്കുന്ന ആ ഒരു ഡയറക്ഷൻ അല്ല പംകിൻ നിൽക്കുന്ന ആ ഒരു ഡയറക്ഷനിലോട്ട് വേണം നമുക്ക് പോകാൻ. അയ്യോ ഗൈസ് ഇപ്പം അങ്ങനെ കുഴപ്പമില്ല. അയ്യോ ഇതെന്തോ ഓക്കെ ഗൈസ് ഈ ഒരു സാധനം ചെറിയ എന്തോ ഒരു പേരുണ്ട് ചെറിയെന്നാണ്. ഈ ഒരു സാധനം നല്ലതാണ് ഗൈസ്. ഇത് ഫുഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഇതിൻ്റെ കൃഷി തന്നെ നമുക്ക് തുടങ്ങണം. ഫുഡായിട്ട് ഗൈസ് ഫുഡ് മുഖ്യമായതുകൊണ്ട് നമുക്ക് ഒരു 32 എടുത്തേക്കാം. സ്വീറ്റ് ബെറീസ് എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഗൈസ്. ഇത് നമുക്ക് വെക്കാനും പറ്റും തിന്നാനും പറ്റും കേട്ടോ സ്വീറ്റ് ബെറീസ്. അപ്പം നമുക്കിനി വില്ലേജ് ഇറക്കി പോകണം. അയ്യോ ചാവോ ഇല്ല ചാവരുത്. ഇവിടെ ഒന്നും കാണുന്നില്ല നമുക്ക്. ഇവിടെയൊക്കെ മൊത്തം വാട്ടും എല്ലാം സെറ്റപ്പാണ്. നമുക്ക് ഒരു വില്ലേജാണ് ഗൈസ്. എല്ലാം ടു ലൈക്ക്. ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് ബെഡ് ഇട്ട് ഇപ്പം ഫസ്റ്റ് നൈറ്റ് നമ്മൾ ഇത് ചെയ്യാൻ പോണേ. ഫസ്റ്റ് നൈറ്റ് നമ്മൾ അങ്ങനെ നമ്മളെ ഉറക്കത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ നമുക്കങ്ങനെ ഇനി നമുക്ക് ഇപ്പം നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം ഗൈസ്. താഴെ വലിയൊരു കുഴിയാണ്. ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഒരു സാധനം വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഗൈസ് ഈ ഒരു സാധനം വെച്ച് തന്നെ ഞാൻ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ട് പോകണം. വെള്ളത്തിൽ ചാടണം. ഓക്കെ ഇതെന്തുവാ ഇതിൻ്റെ പേരെന്ന്? ഓക്കെ ഷുഗർ കെയിൻ. ഓക്കെ ഷുഗർ കെയിനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ സാധനം നമുക്ക് എന്തെങ്കിലും ഉപകാരം കേട്ടില്ല. നമുക്കൊരു കാര്യമാണ് ഗായ്സ്. നമുക്ക് ഇവിടെ ഫ്രീയാക്കി. ഓക്കെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പം കുറേ നടന്ന് ഇവിടെ മഷ്റൂംസൊക്കെ കാണുന്നത് അപ്പുറത്തും ഉണ്ട് ഗൈസ്. ഇതൊരു വെള്ളത്തിൻ്റെ ഒരു ഏരിയ ആണ്. നൈസ് ഏരിയ ആണ് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൻ്റെ നടുക്കൊന്ന് വെക്കാം. പക്ഷെ ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ള സോപ്പീസ് ഒന്നും നമ്മൾ സമ്മതിക്കത്തില്ല ഗൈസ്. നമുക്ക് ഇവിടെ വന്നുകൊണ്ടാണ് സ്വീറ്റ് ബെറീസ് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ഫുഡിന് ഇച്ചിരി ക്ഷാമം ഉണ്ടായിരുന്നേനെ. ബട്ട് സ്വീറ്റ് ബെറീസ് നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് ഓക്കെ ചെറിയൊരു കാടെന്ന് വേണമെങ്കിലും പറയാം. ഓ ഗൈസ് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഐറ്റം. ഇച്ചിരി സ്റ്റോണുണ്ട്. അത് വെച്ച് നമുക്ക് ബെർജ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാൻ. ഒരു ഐഡിയ ഈ സാധനം നമുക്ക് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് അല്ലെങ്കിൽ ഗൈസ് നമ്മളെ ഈ ഒരു അയൺ താഴെ പോകും. ഒരു അയൺ കിട്ടി ഗൈസ്. ഒരു അയൺ വെച്ച് നമുക്കൊരു പരിപാടി ചെയ്യാം. ഒരു ഷീൽഡ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഷീൽഡ് ക്രാഫ്റ്റ്
മരം വേണം. നമുക്ക് ഇച്ചിരി മരം ഒപ്പിക്കാം. 3 മരമൊക്കെ മതി. നമുക്ക് നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് വേവിക്കണം. കഴിയുമെങ്കിലും ആവുന്നുണ്ട്. കണ്ടല്ലേ ഗൈസ്, നമ്മൾ ഷീൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റ്. ഇനി നമുക്ക് ഇവിടുന്ന് പിന്നെ നമുക്ക് വില്ലേജ് അപ്പം പൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇത് വരുന്നുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് മറ്റേത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. സ്വീറ്റ് ബെറീസ് വെച്ചുള്ള ഇത് ചെയ്യാൻ പറ്റും അറിയാം. ഇവിടെ വെച്ച് നമുക്ക് കഴിക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒരു അത് നമ്മൾ മനപ്പൂർവ്വം വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴേ അത് നമ്മൾ ശ്രദ്ധിച്ചു. ഗൈസ്, അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ട് ഉണ്ടാക്കി നമുക്ക് കുറേ ദൂരം പോവാം. അയ്യോ ആരും വരുന്നു. സോംബി. നമ്മളെല്ലാം ഷീൽഡ് ഉണ്ടല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? വാടോ വാടോ ചാടോ ചാടോ വാടോ. അയ്യോ, അവൻ്റെ ആർമർ ഉണ്ടോ? അത് ഇച്ചിരി സീനാണ്. നാളിക്കാരെ കൊള്ളത്തില്ല അവന്. വെള്ളത്തിൽ വാട്ടർ ഫൈറ്റ് ഒന്നും ഓക്കെ, വാട്ടർ ഫൈറ്റ് ആണ് ഞാൻ തോപ്പിച്ചു. ഓ മോൺസ്റ്റർ ഉണ്ട്, അത് കിട്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പം നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കി ഇവിടുന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മൾ പെട്ടെന്ന് ചാവാൻ വെച്ചു. ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ ഗൈസ്, ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി എടുത്തിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ബോട്ടിൽ പോവാം. ഞാൻ ഷീൽഡ് അങ്ങ് ഊരി വെച്ചിട്ടോ. ഓക്കെ ഗൈസ്, ഇനി ഇവിടെ നമുക്ക് നീന്തി പോവാം. ഞാൻ കാണുന്നുണ്ടായിരിക്കും ബാക്ക് വ്യൂ. ഓക്കെ ഗൈസ്, നമുക്ക് ആ സൈഡിലോട്ട് പോവാം. ഐ തിങ്ക് ദാറ്റ് സൈഡ് ഇസ് സേഫ്. അതുവഴി പോയാൽ നമുക്ക് വില്ലേജ് പെട്ടെന്ന് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇതുവഴി പോയി നോക്കാം. അവിടെ കുറേ കോഴികൾ കാണുന്നുണ്ട്. ഉമ്മാരെ വെട്ടി നോക്കി ഞാൻ ഫുഡാക്കും രാത്രി. നമുക്ക് രാത്രി നമുക്ക് ഇച്ചിരി ഇതുണ്ട് കേട്ടോ. ഓക്കെ, ഫൈനലി വെള്ളം സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഇറങ്ങണം. ഓക്കെ, നമുക്ക് ഓക്കെ, നമുക്കിനി ഇങ്ങോട്ട് പോകേണ്ടതെന്ന് ഗൈസ്, നമുക്ക് ഒന്ന് ഇതാക്കിയിട്ടില്ല. ഓക്കെ ഗൈസ്, ഫസ്റ്റ് പേഴ്സൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മേലേക്ക് പോകാം. അയ്യോ, ശ്രദ്ധിച്ചില്ല. സ്വീറ്റ് ബെറീസ് ഇതായിരിക്കും. നമ്മൾ അര ആട്ടേ കൂടുള്ളൂ, അതാണ് പ്രശ്നം. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി സ്വീറ്റ് ബെറീസ് വേണമെങ്കിൽ നമ്മൾ ആ ഒരു ഭയം നമുക്ക് കിട്ടിയൊരു ഭയവുമില്ലേ ഗൈസ്, അവിടം വരെ നമ്മൾ പോകണം തിരിച്ച്. എങ്കിൽ നമുക്ക് ആ സ്വീറ്റ് ബെറീസ് കിട്ടുന്നില്ല. ഞാൻ എടുത്ത് എൻ്റെ ഷീൽഡ് എടുത്ത്
ഡേർട്ട് തന്നെ ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കൊബിൾ സ്റ്റോൺ വെറുതെ പോകും. ഗൈസ് ഈ മല കയറി കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. നമുക്ക് ഒന്നെങ്കിൽ വില്ലേജ് കിട്ടിയില്ലെങ്കിൽ ഗൈസ് നമ്മൾ ഒരു വീട് വിടും. നമ്മൾ അവിടെ ഇതാവും, ഒരു വീടങ്ങ് പണിയും. ഡേർട്ടൊക്കെ ഞങ്ങൾക്ക് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ് മൾട്ടിപ്ലെയർ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിൽ നമ്മൾ മൾട്ടിപ്ലെയറൊക്കെ ചെയ്യുന്നതായിരിക്കും. അയ്യോ ആവശ്യം വരും. ഗൈസ് ഞാനിവിടെ ഒരു ഓക്കെ ഇതിനായിട്ട് നമ്മൾ ഈ സാധനം ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി കിട്ടിയാൽ നമുക്ക് എളുപ്പമാണ് ഗൈസ്. പിന്നെ കാട് ഇറങ്ങി കിട്ടണം. ഒരു ഐഡിയ ഉണ്ട് ഗൈസ്, കാട് കിട്ടാൻ നമുക്ക് മരത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ ട്രാവൽ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് അങ്ങ് വരെ കിടക്കുക കേട്ടോ ഈ കാടൊക്കെ. ഓക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല. ഒരു ഡേർട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം പറ്റില്ല. എൻ്റെ വുഡും കൂടി എടുത്ത് ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കിടക്കാം. ഓക്കെ ഗായ്സ് നമ്മളങ്ങനെ ഓക്കെ.